إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. صدق الله العظيم. وقال رسول الله صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة. والنار حق وجدت كالجنة فلا تمل لجاحد ذي جنة. دار خلود للسعيد والشقي معذب منعم مهما بقي. واعلموا يا أمة سيدنا مولانا محمد. ഏറ്റവും ബഹുമാനമുള്ള ഉമ്മപെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ നാം ഏവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ അവനെ ഓർത്ത് മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും, നാമുമായി ബന്ധപ്പെട്ടവർക്കും ഉദവി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രഗത്ഭരായ ഉസ്താദുമാർ നമുക്ക് ആവശ്യമായ ഒരുപാട് അറിവുകൾ പകർന്നു തരുകയും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് അറിയപ്പെട്ട പ്രഗത്ഭരുടെ പ്രഭാഷണം ഇവിടെ നടക്കാനുമുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ അവസരം ലഭിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആമുഖമായി പറയുന്നത്, വ്യത്യസ്ത ഉസ്താദുമാരാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഏകദേശം ആളുകൾ ഒന്ന് തന്നെയാണ്. ഇപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന വാക്കുകൾ ആവർത്തിച്ച് വന്നാൽ ഒരുപക്ഷെ ഒരു വിരസത, എപ്പോഴും എല്ലാ ഉസ്താദുമാരും ഒന്ന് തന്നെയാണോ പറയുന്നത് എന്നൊരു തോന്നലുണ്ടാകാം. അതിന്റെ കാരണം, ഒന്ന്, ഞങ്ങൾക്ക് ആരെന്തു പറഞ്ഞു എന്ന് ഇവിടെ പറയുന്നവർക്ക് അറിയില്ല. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ നിർവൃതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് പലതും ഒന്നായിട്ട് തന്നെ വരാം.
എത്ര പ്രാവശ്യമാണ് കേൾക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സിന്റെ നീയത്ത് അത് നമുക്ക് ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല ആരും പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ദീനിൽ ഉണ്ടാവില്ല. അപ്പോ ഇത് വീണ്ടും ആവർത്തിച്ച് വീണ്ടും വീണ്ടും കേൾക്കുകയും പലവരും കേൾക്കുമ്പോൾ പറയുന്നവർക്കെങ്കിലും അതുപോലെ നിരന്തരം കേൾക്കുന്നവർക്കും ഉപകാരപ്പെടും. ഈമാനുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ ഏറ്റിത്തരുമാറാകട്ടെ. അപ്പോൾ ഈ ഇരിക്കുന്നതും നമ്മൾ വരുന്നതും എല്ലാം അത് വലിയൊരു ഗുണമാണ്. ഇൽമിന്റെ മജ്‌ലിസിലേക്കാണ് നമ്മൾ വരുന്നത്. പരിശുദ്ധ റമദാനാണ്. എത്രയും നമ്മൾക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സമയമാകുമ്പോൾ ഏതെല്ലാം വിധത്തിൽ നാം അത് വാരിക്കൂട്ടാൻ തയ്യാറാകണം. ഒരുപാട് ഉമ്മമാരെ കാണുന്നു, എല്ലാ ദിവസവും തുടക്കം മുതൽ തന്നെ ഒരു ദിവസവും ഒഴിവാകാതെ വരുന്നവർ. അല്ലാഹുവേ, അവർക്ക് നീ എത്രയോ നിന്റെ റഹ്മത്തിൽ നിന്ന് വാരിച്ചോരി കൊടുക്കണം റഹ്മാനെ. അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നിന്നിലുണ്ട് റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുണ്ട്. നീ വിശാലമായി ഞങ്ങൾക്ക് തരുന്നവനാണ് എന്ന ആ വിശാല മനസ്സോടുകൂടിയാണ് ത്യാഗം സഹിച്ചുകൊണ്ട് നടക്കാൻ പോലും കഴിയാത്ത മുട്ടുവേദന, ഊരവേദന, മറ്റൊരുപാട് പ്രയാസങ്ങളുള്ള ഉമ്മമാർ, വയസ്സുള്ളവർ വരുന്നതായി കാണുന്നു. റബ്ബേ, ആഫിയത്ത് നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഇബാദത്ത് മുടക്കുന്ന ഒരു രോഗവും ഒരു ഫിത്നയും ഒരു ഷർറും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 11:15 നിർത്താനുള്ള അറിയിപ്പ് കൂടി ഉള്ളത് കൊണ്ട് ചുരുങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം എന്ന ഒരു വിഷയത്തിലാണ് ഞാൻ അല്പം സംസാരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം. ലക്ഷ്യമില്ലാതെയുള്ള ഒരു യാത്രയും ഒരു പോക്കും അതാർക്കും വിജയിച്ചെടുക്കാൻ കഴിയില്ല. ഏതൊരാൾക്കും ലക്ഷ്യം വേണം. ആ ലക്ഷ്യം അറിഞ്ഞ് ലക്ഷ്യത്തിൽ എങ്ങനെ എത്താൻ കഴിയുമെന്ന ആ വഴി മനസ്സിലാക്കി അതിൽ മാത്രം ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക. വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവർക്കും നമുക്ക് അറിയാം, നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലായിരുന്നു. ഒരു വേള അവിടുന്ന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. ചരിത്രം വിശാലമാണ്, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഉമ്മയാകുന്ന ഹവ്വാ ബിയും ഒത്ത് ഭൂമിയിൽ താമസിച്ചു. അങ്ങനെയാണ് നമ്മളെല്ലാവരും സന്താനങ്ങൾ ഉണ്ടാകുന്നത്. വലിയൊരു സമൂഹമായി മനുഷ്യകുലം അങ്ങനെയാണ് മാറുന്നത്. ആ സമയത്ത് തന്നെ റബ്ബ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറിയിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള നിങ്ങളും നിങ്ങളുടെ മക്കളുമൊത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ആ വരാനുള്ള പണി അവിടെ എടുക്കണം. അങ്ങനെ അതിനുവേണ്ടി അധ്വാനിച്ച് ജീവിച്ച ആളുകൾക്ക് ഈ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മാതാപിതാക്കൾ വസിച്ച ആ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നാം മനസ്സിലാക്കുന്നു, ഈ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയി. നമ്മുടെ ഒരുപക്ഷെ മാതാപിതാക്കൾ ഹയാത്തിലില്ല, ജീവിച്ചിരിപ്പില്ല. അതിനപ്പുറത്തുള്ള ഒരു തലമുറയും ജീവിച്ചിരിപ്പില്ലാത്തവരാണ് നമ്മളെല്ലാവരുമെങ്കിൽ കഴിഞ്ഞ തലമുറ യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് മുമ്പുള്ളവര് പോയിട്ടുണ്ട്, നമ്മളും പോകാനുണ്ട്. ഇനി വരുന്നവരും അങ്ങനെ യാത്രയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു നീണ്ട യാത്ര, അല്ലെങ്കിൽ ചുരുങ്ങിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് പുറപ്പെട്ടു പോകേണ്ട ഒരു യാത്ര, ലക്ഷ്യത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയാൻ നമുക്ക് എന്താണ് മാർഗമെന്ന് നാം എപ്പോഴും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ ആ കാര്യം വ്യക്തമാക്കി നമ്മോട് പറയുകയാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന.
അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്തിനെയും ശരീരത്തെയും സ്വർഗം പകരം തരാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ അത് കച്ചവടം ചെയ്തതുപോലെയാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ നഫ്സും കൊടുത്തുകൊണ്ട് ആ സ്വർഗം വാങ്ങാനാണ് അല്ലാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നമ്മുടെ നഫ്സിനെയും നമ്മുടെ മുതലുകളെയും അല്ലാഹുവിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ അതിന് പകരമായി നമുക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്. നമ്മുടെ ശരീരം കൊടുത്തു വേണം നമുക്ക് സ്വർഗം നേടാൻ, നമ്മുടെ സമ്പത്ത് കൊടുത്തു വേണം നമുക്ക് സ്വർഗം നേടാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ സമ്പാദ്യവും നമ്മുടെ ശരീരവും നമ്മുടേതല്ല, ഇതും നമുക്ക് റബ്ബ് തന്നെ തന്നതാണ്. ആ റബ്ബ് എല്ലാം തന്നിട്ട് റബ്ബ് നമ്മോട് പറയുന്നു, ഈ ശരീരം കൊണ്ടും ഞാൻ തന്ന സമ്പത്ത് കൊണ്ടും നിങ്ങൾക്ക് സ്വർഗം വാങ്ങാൻ കഴിയണം. അതാണ് നിങ്ങളുടെ ബുദ്ധി, അതാണ് നിങ്ങളുടെ കഴിവ്. ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കറിയാൻ ഒരുപാട് മഹാന്മാർ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തു. നമുക്കറിയാം, ബദർ യുദ്ധം, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പരിശുദ്ധ റമളാനിലാണ് 17 ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബ കിറാമിനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്നദ്ധരാക്കുമ്പോൾ, അവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ ഉത്സുകരാക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം പറയുന്നു, സാരിഉ, നിങ്ങൾ ധൃതിയിൽ പോകണം, നിങ്ങളിങ്ങനെ സാവകാശം കാണിക്കരുത്. അള്ളാഹു പറയുന്ന വാക്കാണ്, നിങ്ങൾ ധൃതി കാണിക്കണം. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. വജന്ന, സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ ധൃതി കാണിക്കണം. വളരെ തിരക്കാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാനും അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുവാനും നിങ്ങൾ വളരെ തിരക്കിലായിരിക്കണം. ആ സ്വർഗത്തിന്റെ അവസ്ഥ മുത്തുനബി തങ്ങൾ പരിശുദ്ധ ഖുർആനോതി വിവരിക്കുന്നു. അർളുഹസ് സമാവാതു വൽ അർള്, അതിന്റെ വിശാലത നിങ്ങൾക്കറിയുമോ? ഈ ഭൂമിയല്ല, ഭൂമി മുഴുവനുമല്ല, ആകാശ വിശാലതയുള്ള ഭൂമിയും ആകാശവും കൂട്ടിയാലും എത്ര വിശാലത എന്ന് നിങ്ങൾക്കറിയാമോ? ആ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ ധൃതി കൂട്ടേണ്ടത്. ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയന്ന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ വിശാലതയാണ് പറഞ്ഞത്. നാം ഒരുപക്ഷെ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്, ജന്ന ഒരു തോട്ടമെന്നാണ് അതിന്റെ അർത്ഥം, ഉദ്യാനമെന്നാണ് അതിന്റെ അർത്ഥം. ഒരു തോട്ടം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഒരു വലിയ ഒരു പൂന്തോട്ടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു തോട്ടമായിരിക്കാം. ഈ ഒരു തോട്ടം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് അത് മതിയാകുമോ നമ്മൾക്കെല്ലാം? പക്ഷേ ഖുർആൻ പറയുന്നു, ഇതിന്റെ വിശാലതയെന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, ആകാശങ്ങൾ. ഭൂമി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരുപാട് രാജ്യങ്ങൾ അടങ്ങുന്ന ഭൂമി, ഒരുപാട് കടലുകൾ അടങ്ങുന്ന ഭൂമി. ഓക്കെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ചിത്രം വരികയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങള്, ഒരുപാട് കടലുകൾ, ഇതെല്ലാം കൂടിയ ഭൂമിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ ഇതുവരെ ഒരാൾക്കും പഠിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ വിശാലതയും അതിന്റെ ഉയർച്ചയും അതിന്റെ വലുപ്പവും. ഓരോ നക്ഷത്രങ്ങള് മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള വലിപ്പവും അതിന്റെ ദൂരവും എന്താണെന്ന് ശാസ്ത്രം പോലും കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നു, ഇതിനേക്കാളും വിശാലതയുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിയോടെ പ്രവർത്തിക്കണം, പണിയെടുക്കണം. സ്വർഗത്തിന്റെ വിശാലതയിൽ നമുക്ക് പേടിക്കാനില്ല.
അത് എത്ര നമുക്ക് ഇബാദത്ത് ചെയ്താലും തരാൻ മാത്രമുള്ള വലിപ്പം സ്വർഗത്തിനുണ്ട് എന്ന് ഈമാനുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ്. ആ സ്വർഗത്തിന് വേണ്ടി പടിയെടുക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചപ്പോ ഒരു സഹാബിയുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനാണ്, ഉമൈർ ഇബ്നുൽ ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പെട്ടെന്നിങ്ങനെ തുള്ളിച്ചാടുകയാണ്, ആവേശത്തോടെ തുള്ളിച്ചാടുന്നു. എന്തെന്നില്ലാത്ത ആവേശം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും ചോദിക്കൂലേ, എന്റെ മോനെ നീ ഇങ്ങനെ തുള്ളുന്നു, ചാടുന്ന നിനക്ക് എന്തെങ്കിലും തലക്ക് പിരാന്തുണ്ടോ എന്നുള്ള രൂപത്തിലേക്ക് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. നിബിതങ്ങളെ പോലും കാണാതെ രൂപത്തിലേക്ക് തുള്ളിച്ചാടിയപ്പോ അവിടെ നിന്ന് ആവേശത്തോടുകൂടി ഇങ്ങനെ ഒരു വെപ്രാളം കളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂൽ, നിബിതങ്ങൾ ചോദിക്കുന്നു, മാ ഹമലക അലാ ഹാദാ, എന്താ ഉമൈറെ നിനക്ക് പറ്റിയത്? ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളത്തിലാണല്ലോ, തുള്ളിച്ചാടുന്നല്ലോ. അപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു നിബിതങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, നിബിതങ്ങളെ ആകാശഭൂമിയുടെ വിശാലത ഇത്രയും വലുപ്പമുള്ളതാണോ? ഈ ഒരു സുഖലോക സ്വർഗമാണോ തങ്ങൾ പറയുന്നത്? എങ്കിൽ ആകാശ വിശാലതയുള്ള ആ സ്വർഗത്തിൽ എനിക്ക് പോകാൻ സമയം ഇനി കാത്തിരിക്കാനില്ല പ്രവാചകരെ. എനിക്ക് എത്രയും പെട്ടെന്ന് ആ സ്വർഗത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പൊതി കാരക്ക, യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, അങ്ങനെയുള്ള മഹാന്മാരാണവർ. ആ കാരക്കയുടെ പൊതിയെടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയ 1-2 കാരക്ക എടുത്തു വായിലിട്ട് പറയുകയാണ്, ഈ പൊതി കാരക്കയുണ്ടല്ലോ, ഇത് തിന്ന് തീർക്കാൻ മാത്രമുള്ള സമയം എനിക്ക് സാവകാശമില്ല, എനിക്ക് ക്ഷമയില്ല. ലഇൻ ബഖീതു ഇലാ അക്ലു തംറതി ഹാദി ഇന്നഹാ ലഹയാതുൻ തവീലാ. എന്റെ കയ്യിലുള്ള ഈ ചെറിയൊരു പൊതിയാണെങ്കിലും ഈ കാരക്ക തിന്ന് തീർക്കാനുള്ള ഒരു ജീവിതം, ഒരു സമയം, ഇന്നഹാ ലഹയാതുൻ തവീല, അത് നീളമായ ഒരു ജീവിതമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു, ഞാൻ ചിന്തിക്കുന്നു. അത്രയും സമയം എനിക്കിവിടെ ജീവിതം വേണ്ട, എനിക്ക് ആ സ്വർഗത്തിലേക്കൊന്ന് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു തുള്ളിച്ചാടി ആ യുദ്ധത്തിലേക്ക് പോയി അവിടുന്ന് ഷഹീദാവുകയാണ് ചെയ്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് സംഭവങ്ങൾ. അതേപോലെ ബദർ യുദ്ധത്തിൽ ഒരു പിതാവും ഒരു മകനും വരികയാണ്, ഒരു ഉപ്പയും ഒരു മകനും വരുന്നു മുത്തനബി തങ്ങളുടെ സവിധത്തിലേക്ക്. രണ്ടുപേരും പറയുന്നു, പ്രവാചകരെ, ഞങ്ങളെ യുദ്ധത്തിലേക്ക് അയക്കണം, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നു, സമ്മതം തരണം. പക്ഷേ അവിടെ രണ്ടുപേരും ചെറിയൊരു പ്രശ്നത്തിലാണ്. ഉപ്പ പറയുന്നു, മകനെ നീ പോകരുത്. മകൻ പറയുന്നു, ഉപ്പ നിങ്ങൾ പോകരുത്. കാരണം രണ്ടുപേർക്കും വ്യക്തമായ ന്യായമുണ്ട്. ഉപ്പ മകനോട് പറയുന്നെന്താ, മകനെ, നിനക്ക് ചെറുപ്പമാണ്, നീ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഈ ചെറുപ്പക്കാരനായ നിനക്കൊരുപാട് ജീവിതം ബാക്കിയുണ്ട്, ജീവിതത്തിൽ അഭിലാഷങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കാതെ ഈ യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞാൽ അത് തിരിച്ചു വരുന്നൊരു കേസല്ല. യുദ്ധത്തിന് പോവാന്ന് പറഞ്ഞാൽ അത് ഷഹീദാകുന്നൊരു കേസാണല്ലോ. അതുകൊണ്ട് തിരക്ക് കൂട്ടി നീ പോകണ്ട, നിനക്ക് പിന്നെ എങ്ങാനും പോകാമല്ലോ. അതുകൊണ്ട് നീ കുറച്ചു കാലം ജീവിക്കുക, ഞാൻ പോകട്ടെ. പക്ഷെ മകൻ തിരിച്ചു പറയാണ്, ഉപ്പ യുദ്ധത്തിനാ പോകുന്നത്. യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫുഡടിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി വരാനുള്ളതല്ല, ശത്രുക്കളോട് പൊരുതാനുള്ളതാണ്. ഇത്രയും വയസ്സുള്ള നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞാൻ പോകട്ടെ എന്നാണ് മകൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളൊരു കാര്യത്തിലേക്ക് പോകുമ്പോ ഉമ്മ പോയിക്കോ എന്ന് തിരിച്ചങ്ങോട്ടും, അല്ല മകൾ പോയിക്കോ നീ തിരിച്ചും പറയുന്ന ഒരവസ്ഥയാണ് എങ്കിൽ മഹാന്മാരുടെ കഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ വാശിയിലാണ്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ടു പേർക്കും വേണ്ടി നറുക്കിടുകയാണ്. ആർക്കാണ് നറുക്ക് ലഭിച്ചത് അവർക്ക് പോകാം, നിങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കരുത് എന്ന രൂപത്തിൽ നറുക്ക് വീണത് മകനിക്ക് വേണ്ടിയാണ്. അങ്ങനെ മകൻ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ആ ചെറുപ്പക്കാരനായ മകനും ഷഹീദായി. നോക്കണം നമ്മൾ. എന്നിട്ടോ അടുത്ത വർഷമാണ് ഉഹദ് യുദ്ധം വരുന്നത്. ആ ഉഹദ് യുദ്ധം വന്നപ്പോ അതിന് ആളെ തെരഞ്ഞെടുക്കുന്ന, സെലക്ട് ചെയ്യുന്ന ദിവസത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ പിതാവ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരികയാണ്. ആ വന്നുകൊണ്ട്
ആ പിതാവ് ആ സഹാബി പറയുന്നു, പ്രവാചകരെ, നാളെയാണല്ലോ യുദ്ധത്തേക്ക് ആളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇന്ന് വന്നത്? നാളെയല്ലേ തെരഞ്ഞെടുക്കുന്ന, ഒരു ദിവസം മുമ്പെന്തിനു വന്നു എന്ന് ചോദിച്ചു. ആ സഹാബി വിവരിക്കുന്നു, പ്രവാചകരെ, ഞാനിതാ എന്റെ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ കഴിഞ്ഞ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ എന്റെ മകന്റെ ആ മകൻ അവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഫ്രൂട്ട്സുകൾ വിതരണം ചെയ്തത് ഞാൻ കണ്ടു എന്ന് ഈ പിതാവ് പറയുകയാണ്. എന്റെ മകൻ എന്നോട് വാശി പിടിച്ചുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ബദറിൽ യുദ്ധത്തിന് പോയത്. ആ എന്റെ മകനെ ഞാൻ ഇന്നലെ കണ്ടു. അവിടുത്തെ ചെറുപ്പക്കാർക്ക്, സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു വോളണ്ടിയേഴ്സായി അവിടെ ഫ്രൂട്ട്സ് എല്ലാം വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടു നബിയെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെക്കാളും എന്റെ മകൻ ഒരു വർഷം മുമ്പ് തന്നെ ആ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമാണെങ്കിൽ ഒരു വർഷം എനിക്ക് വൈകിപ്പോയല്ലോ എന്ന് ആ പിതാവ് പറയുകയും അങ്ങനെ ആ യുദ്ധത്തിൽ ആ പിതാവ് സംബന്ധിച്ചു ഷഹീദായി പോയി. പ്രിയമുള്ളവരെ, എത്ര സംഭവങ്ങളാണ്! ആ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട്, അതിന്റെ വഴികൾ എന്താണെന്ന് പഠിച്ചതുകൊണ്ട്, അവരുടെ മനസ്സിൽ ഇത് ഉൾക്കൊള്ളാനുള്ള ഈമാനുള്ളത് കൊണ്ട് അവർ അതിലേക്ക് ചാടിപ്പോയി എന്ന് പറയുമ്പോ അവരെ കണ്ടാണ് നമ്മൾ പ്രചോദിതരാകേണ്ടത്. അവർ ആഗ്രഹിച്ചത്, അവർ പോയ ഒരു സ്ഥലത്തേക്കാണ് നമ്മളും പോകേണ്ടത് എങ്കിൽ, പ്രിയമുള്ള ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാം ഈ പറയുന്ന നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മൾ ചിന്തിക്കണം, നമുക്കെന്താ ഉള്ളത്, നമുക്കെങ്ങനെയാ അവിടെ എത്താൻ കഴിയുക? നമ്മുടെ സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തെ ആ സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരു വേള ചിന്തിക്കണം. അത് ചിന്തിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കാനുള്ള വലിയൊരു സുവർണാവസരമാണ് അള്ളാഹു ഈ പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. മനസ്സ് പാകപ്പെടുത്തിക്കൊണ്ട് എന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത് അത് ഞങ്ങളുടെ മനസ്സിലേക്ക് നീ തോന്നിപ്പിച്ചു തന്നു ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കാനുള്ള തൗഫീഖും നീ തന്നെ നൽകണേ റഹ്മാനെ. പിശാച് ഞങ്ങളെ പിന്നോട്ട് വലിക്കുമ്പോ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രക്ഷപ്പെടാനുള്ള തൗഫീഖും നീ നൽകണം അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, ചില്ലറ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ വിശാലമായി പറയാൻ അവസരമില്ല. പക്ഷേ നമുക്ക് ആ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഒരു മറു പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ സ്ഥലം നമുക്ക് ലഭിക്കാതെ പോയാൽ പിന്നെ കിട്ടാൻ പോകുന്നത് നരകമാണല്ലോ. അതൊരിക്കലും നമുക്ക് സഹിക്കാനും കഴിയില്ല. നരകവും സത്യമാണ്, സ്വർഗവും സത്യമാണ്. പക്ഷേ ചില മനസ്സിന് കുഴപ്പമുള്ള ആളുകള്, അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അങ്ങോട്ടൊന്നും നീ ചിന്തിച്ചു പോകരുത്. ഈ സ്വർഗമുണ്ടോ നരകമുണ്ടോ അതില്ല എന്ന് പറഞ്ഞ് ആളുകളെ വസ്വാസാക്കുന്ന ഒരുപാട് ഭ്രാന്തന്മാരുണ്ട്. അതാ മഹാന്മാര് പഠിപ്പിച്ചത്. അങ്ങോട്ടൊന്നും ചാഞ്ഞു പോകരുത്. ഇന്നത്തെ ലിബറൽ കാലമാണ്, സ്വതന്ത്ര ചിന്താഗതിക്കാർ, യുവതി യുവാക്കൾക്ക് ഒരുപാട് പുതിയ പുതിയ ചിന്താഗതികൾ വരുന്നൊരു കാലമാണ്. എവിടെയാ സ്വർഗം? അതൊക്കെ വെറും വാക്ക് മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. ഈ നിശ്ചലമായ ചെറിയൊരു ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇങ്ങനെ പല ആളുകളും പറയുന്ന വാചകം കേട്ട് കസർത്ത്, ആ വാചാരത കേട്ട് നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് വസ്വാസാക്കുന്ന ദീജിന്നത്തിൻ ഭ്രാന്തുള്ളവരാണ് എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. പക്ഷേ അതിലൊന്നും നിങ്ങൾ ചാഞ്ഞുപോയി ചിന്തിച്ചു പോയി ഈ സത്യത്തെ ഉൾക്കൊള്ളാതെ പോയാൽ ആ ദാറുൽ ഖുലൂദി ലിസ്സഈദി വശഖീ, അത് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കുമുള്ള ശാശ്വതമായ വീടാണ് സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ.
വിജയിച്ച ആളുകൾക്ക് സ്വർഗം ശാശ്വതമാണ് എന്നൊന്നും അതിലാണ്. അതുപോലെ ശഖീ, പരാജയമടഞ്ഞു പോയ ആളുകൾ, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ ഹതഭാഗ്യരുണ്ട്. അവർക്ക് കാലകാലം വസിക്കാനുള്ള വീട് നരകമാണ്. അതുകൊണ്ട് ആ ഒരു ഭവനത്തിലേക്ക്, നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയും നമുക്ക് വേണം. അല്ലാഹുവേ, നീ പരിശുദ്ധ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നരകമോചിതരിൽ ഞങ്ങളെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണം അല്ലാഹ്. അപ്പോൾ നമ്മൾ ഒന്നാമതായി ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ മഹാന്മാർ തെരഞ്ഞെടുത്ത വഴി മനസ്സിലാക്കി. അതൊരു ജിഹാദാണ്, ബദറാണ്, ഉഹദാണ്. പക്ഷേ നമുക്കങ്ങനൊരു ജിഹാദ് ഉണ്ടോ എന്ന് ചിന്തിക്കും. നമുക്കങ്ങനൊരു ജിഹാദ് ചെയ്യാൻ അവസരമുണ്ടോ? ഇല്ല. ശരി തന്നെയാണ് എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും നമുക്ക് വളരെ എളുപ്പമായി പഠിപ്പിച്ചിട്ടുണ്ട്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതിഹി ഫലഹു അജ്റു മിഅതു ഷഹീദ്. നമ്മോട് കരുണയുള്ള, നമ്മെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാന്റെ കൽപ്പനയനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തമസ്സക ബിസുന്നതി, എന്റെ ചര്യ ആര് മുറുകെ പിടിക്കുന്നുവോ, എപ്പോൾ ഇൻദ ഫസാദി ഉമ്മത്തി, സമൂഹം മോശമായി കൊണ്ടിരിക്കുന്ന സമയത്ത്, ഫലഹു അജ്റു മിഅതു ഷഹീദ്, 100 ഷഹീദിന്റെ രക്തസാക്ഷികളുടെ പ്രതിഫലം അവർക്കുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ബദറിൽ പോകാതെ, ഉഹദിൽ പോകാതെ, ഖന്തഖിലും ഖൈബറിലും പങ്കെടുക്കാതെ 100 ഷഹീദിന്റെ കൂലി ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? മൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. സമൂഹം മൊത്തത്തിൽ ഇങ്ങനെ തെറ്റിലേക്കും ഫസാദിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിലോട്ട് നമ്മളും ചാഞ്ഞു പോകാതെ, അതിന് കൂടിക്കൊടുക്കാതെ, അതിന് പ്രോത്സാഹനം നൽകുന്നതിന് പകരം എന്റെ ഹബീബിന്റെ ചര്യ ഇതല്ല, ഇതിൽ നിന്ന് മാറി നിൽക്കലാണ് എന്ന വിശ്വാസത്തോടുകൂടി അവിടെ മാറി നിന്നുകൊണ്ട് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. വിശദീകരിക്കേണ്ട ഒരു സ്ഥലമാണെങ്കിലും സമയമില്ല. എത്രയെത്ര സുന്നത്തുകൾ നമുക്ക് ചെയ്യാം, എത്രയെത്ര തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാം. നമുക്കറിയാമല്ലോ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുന്നത്തെടുക്കുന്നവരെയാണ്. അള്ളാഹുവിനോട് നമ്മൾ ഒരു മുഴമെടുത്താൽ, അള്ളാഹുവിനോട് നമ്മൾ ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കുമെന്നാണ് ഹദീസിലുള്ളത്. ഒരു സുന്നത്തോ ഫർളോ പ്രവർത്തിച്ചു കൊണ്ട് റബ്ബിനോട് അടുക്കുമ്പോ അള്ളാഹു നമ്മോട് ഇങ്ങോട്ടടുക്കും. അങ്ങനെ നാം സുന്നത്ത് ഒരുപാട് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഉയർന്നുയർന്ന് വലിയ ഔലിയാക്കന്മാരുടെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. മഹാന്മാരെല്ലാം സുന്നത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല, എന്റെ അടിമ എത്ര സുന്നത്ത് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് ഞാൻ അവർക്ക് സഹായിയാകും. അവരുടെ കൈയും അവരുടെ കണ്ണും അവരുടെ കാലും ഞാനാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. നമുക്ക് പൂർണ്ണമായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയട്ടെ, ഈ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു, സമൂഹം ഫിത്നയാകുന്ന സമയത്ത് നാം ഇവിടെയെല്ലാം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും അങ്ങനെയുള്ളവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അതും വലിയൊരു ജിഹാദാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരങ്ങളിലും ഒരുപാട് അനാചാരങ്ങൾ നടക്കുകയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരുപാട് ഫംഗ്ഷനുകൾ, കാര്യങ്ങള്, കല്യാണങ്ങള്, മറ്റു കുടുംബ സംഗമങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പോലും വ്യക്തമായി അറിയാവുന്ന ഒരുപാട് തെറ്റുകൾ, സ്ത്രീ പുരുഷന്മാർ പരസ്പരം കലരുന്ന സ്വഭാവം, അതുപോലെ നിസ്കാരം ഖളായി പോകുന്ന സ്വഭാവം, അങ്ങനെ ഒരുപാട് അനാവശ്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. നമ്മുടെ സ്വന്തക്കാരെ മാറ്റി നിർത്താൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ ഇമാമിൻ ജായിർ. ഒരു അക്രമിയായ ഭരണാധികാരിയാണെങ്കിൽ പോലും
അവന്റെ മുമ്പിലെങ്കിലും സത്യം തുറന്നു പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. നമുക്ക് വലിയൊരു പ്രശ്നം, നമുക്ക് ബദറില്ല, ഉഹദില്ല, ഖന്തഖില്ല, ഒന്നുമില്ലാതെ നമുക്കെങ്ങനെയാ സ്വർഗത്തിൽ കടക്കാൻ? പക്ഷേ നമ്മൾ ബേജാറാകണ്ട. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ നമ്മുടെ സത്യം പറയണം, നമ്മുടെ സത്യം പ്രവർത്തിക്കണം. ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്നും അത് വലിയൊരു പ്രയാസമായിട്ട് വരാം. ഒരുപാട് കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരി പെണ്ണുങ്ങളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, കുടുംബിനികളുണ്ട്, സഹോദരിമാരുണ്ട്. ആ കുട്ടികളെല്ലാം ചിന്തിക്കേണ്ടത് ഇതിന്റെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുഹൂർത്തമാണ്, സമയമാണ്. ഈ സമയത്ത് ഉമ്മമാരും ചിന്തിക്കണം, ബന്ധപ്പെട്ട എല്ലാവരും ചിന്തിക്കണം. എന്റെ മകളുടെ ആ ജീവിതം നല്ല ഒരു ജീവിതമായി മാറണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിലൂടെ തന്നെ പോകണം. അതുകൊണ്ട് വേണ്ടാത്ത തെറ്റിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന ഒരു ബോധം രക്ഷിതാക്കൾക്കും മക്കൾക്കും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കുടുംബക്കാര് പറഞ്ഞേക്കാം, നാട്ടുകാര് പറഞ്ഞേക്കാം, ഓർ വലിയൊരു സൂപ്പിയാണ്, നല്ലവരാണ്, ഓവറാക്കാണെന്ന് പറയും. എന്ത് പറഞ്ഞാലും തിരക്കേടില്ല. നമുക്ക് പ്രശ്നം കുടുംബക്കാരല്ല, നമുക്ക് പ്രശ്നം നാട്ടുകാരല്ല, നമുക്ക് വേണ്ടത് മറ്റുള്ളവരല്ല, മറിച്ച് എന്നെ പടച്ച റബ്ബാണ് എന്റെ പ്രശ്നം. ഇതെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എത്തിച്ചു തന്ന മുത്ത ഹബീബ് തങ്ങളാണ് പ്രശ്നം. അവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്, ഈ നാട്ടുകാരല്ല, ഈ കുടുംബക്കാരല്ല എന്നുള്ള ഒരു നല്ല ഉറച്ച ഈമാനുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ജിഹാദെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ ഒരു ജിഹാദ് ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാം. ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വന്തം ആ കല്യാണം കഴിയുന്ന കുട്ടി പറയണം, എനിക്കങ്ങനെ മോഡലാകേണ്ട കാര്യമില്ല, ഈ പരിഷ്കാരം എനിക്ക് വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ പഠിച്ചവരാണ് നിങ്ങള്, എന്റെ ചങ്ങാതിമാരാണ് നിങ്ങള്. പക്ഷേ നിങ്ങളും ഈ സ്വഭാവം അങ്ങോട്ട് ഒന്ന് എന്നിൽ നിന്ന് പകർത്തിയെടുക്കുക എന്ന് പറയുക എന്നല്ലാതെ നിങ്ങൾ പറയുന്ന തെറ്റിലേക്ക് ഞാൻ വരാമെന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരിക്കലും വരാൻ പാടില്ല. അത് നമുക്ക് വലിയൊരു പ്രയാസമാണ്. ഇപ്പൊ നമുക്കിങ്ങനെ പറഞ്ഞു നോക്കുമ്പോ തോന്നാണ് ബദറിലേക്ക് പോലെ എളുപ്പമായിരിക്കും, ഉഹദിലേക്ക് പോകൽ ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. അതിനേക്കാളും പ്രയാസമാണല്ലോ ഇത്. ശരിയാണ്, ശരിയാണ്. സമൂഹമായി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് വ്യക്തിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അങ്ങനെ മാറ്റി നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ എളുപ്പം മറ്റേ യുദ്ധം തന്നെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞ് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം കൊടുക്കുകയാണ്. റജഅനാ മിൻ ജിഹാദിൽ അസ്ഗർ ഇലാ ജിഹാദിൽ അക്ബർ. നമ്മൾ തിരിച്ചു പോകുന്നത് ചെറിയ യുദ്ധത്തിൽ നിന്നാണ്. കഴിഞ്ഞ യുദ്ധങ്ങളെല്ലാം ചെറിയ യുദ്ധമാണ്. ഇലാ ജിഹാദിൽ അക്ബർ, വലിയ യുദ്ധത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. സഹാബ കിറാമിന് വല്ലാത്ത പേടിയായി, അല്ലെങ്കിൽ അത്ഭുതമായി. ആ ബദറിനെ കുറിച്ച് ഓർമ്മ വന്നു. പട്ടിണിയായിരുന്നു, ഒന്നും ഇല്ലാത്തൊരു സമയത്ത്, കയ്യിൽ ആയുധമുണ്ടായില്ല, പരിശുദ്ധ റമദാനായിരുന്നു. ഈ സമയത്ത് ചെയ്ത യുദ്ധം വലിയതല്ലേ? ഉഹദിന്റെ കാര്യം ഓർമ്മയിൽ വന്നു, ഖന്തഖിന്റെ കാര്യം ഓർമ്മയിൽ വന്നു. എന്നിട്ട് ആ സഹാബാക്കൾ ചോദിക്കുന്നു, ഇതിനേക്കാളും വലിയ യുദ്ധം ഏതാണ് റസൂലേ? ഇത്രയും വലിയ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇനി പോകുന്നത് വലിയ യുദ്ധത്തിലേക്കാണ്. അത് ഏതൊരു യുദ്ധമാണ് തിരുദൂതരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് ജിഹാദുൻ നഫ്സ്, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ബദറിനേക്കാളും ഉഹദിനേക്കാളും ഖന്തഖിനേക്കാളും തബൂക്കിനേക്കാളും ഹുനൈനിനേക്കാളും വലുതാണ് സഹാബാ. എന്താ ഇതിന്റെ പൊരുള്? നബി തങ്ങൾ വെറുതെ ഒന്നും വായാടിത്തം പറയുന്ന ആളല്ല, തോന്നിവാസം പറയുന്ന ആളല്ല, ഒപ്പിച്ച് പറയുന്നയാളല്ല. മറിച്ച് ബദറിൽ പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, ശരി, ഉഹദിലും പോകാം. ഇപ്പോഴും നമുക്ക് കാണാമല്ലോ നമ്മുടെ യുവാക്കള്, അതുപോലെ യുവതികൾ ഒരുപാട് സമരം ചെയ്യുന്നവരാണ്. കോളേജുകളിലും സ്കൂളിലും അതുപോലെ മറ്റു വിഷയങ്ങളിലും സമരം ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന യുവാക്കളെ നമുക്ക് കാണാറുണ്ട്. വലിയ ആവേശത്തിലാണ്. അതേ യുവാക്കളോടും യുവതികളോടും ഈ സമരം ചെയ്യുന്ന സമയത്ത്, മക്കളെ നിങ്ങൾ നിസ്കാരം ഖളാ ആക്കരുതേ മക്കളെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ അനാചാരം
ജീവിതത്തിൽ പകർത്തരുതേ മക്കളെ എന്ന് പറയുമ്പോ, നിങ്ങൾ ശരിക്കും ശരീരം മറക്കണമെന്ന് പറയുമ്പോ, കഞ്ചാവ് അടിക്കരുത് എന്ന് പറയുമ്പോ, തോന്നിവാസം പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോ, അത് ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. വ്യത്യാസം നമുക്ക് മനസ്സിലായി. മുത്തനബി തങ്ങൾ പറയുന്ന കാലത്ത് ഇങ്ങനെയുള്ള തോന്നിവാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹാബാക്കൾക്ക് അത്ഭുതപ്പെട്ടു എങ്കിൽ നമുക്കൊരിക്കലും അത്ഭുതത്തിന്റെ ഒരു പ്രശ്നമില്ല. മറിച്ച് ഇത് വളരെ വ്യക്തമായി നമുക്ക് തോന്നുകയാണ്. പൊതുവിഷയത്തിൽ പൊതുവികാരത്തിൽ ഇറങ്ങിച്ചെല്ലാൻ താല്പര്യം കാണിക്കുന്ന യുവതി യുവാക്കൾ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോ, നമ്മുടെ സംസ്കാരത്തിലേക്ക് വരുമ്പോ മാറി നിൽക്കാൻ കഴിയുന്നില്ല. അത് ശീലിച്ചു പോയി. ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് നിർത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ സ്ഥിരമാകുന്നുവെങ്കിൽ നാം പേടിക്കണം. മുത്തുനബി തങ്ങൾ പറയുന്നു, സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ജിഹാദ് എല്ലാ യുദ്ധത്തിനേക്കാളും വലിയതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സ്വർഗത്തിലേക്ക് നമുക്ക് എങ്ങനെയായാലും എത്തിപ്പെടണം. ഉമ്മ സ്വർഗത്തിലാകുമ്പോ മകൻ നരകത്തിലാകരുത്, മക്കൾ സ്വർഗത്തിലാകുമ്പോ ഉമ്മ നരകത്തിലാകരുത്. എല്ലാവരും സ്വർഗത്തിൽ തന്നെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു രംഗം നമുക്കുണ്ടാകണം. അത് വലിയൊരു വിശാലമല്ല, അല്ലെങ്കിൽ വലിയ ഒരു പ്രയാസമുള്ള കാര്യമല്ല. സ്വർഗം വിശാലമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സ്വർഗത്തിലേക്ക് കടക്കുക എന്നുള്ള ആ ഒരു വിഷയം വലിയൊരു പ്രശ്നമുള്ളതല്ല, സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നമുക്കറിയാം, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിലൂടെ, നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോ, നടന്നു പോകുമ്പോ, അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോ ഒരു തടസ്സമുണ്ട് വഴിയിൽ എങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് നീക്കണം. നല്ലൊരു നിയത്തോടുകൂടി ആ തടസ്സം നീക്കിയാൽ നിങ്ങൾക്ക് സ്വർഗമാ. നോക്ക്, എത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ലേ. നമ്മൾ ചരിത്രം പഠിച്ചവരാണ്. ഒരു വേശ്യ പെണ്ണിന്റെ കഥ നമുക്കറിയാം. ഒരു നായ ദാഹിച്ച് വലഞ്ഞ് നടക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തു. വേശ്യ പെണ്ണ് സ്വർഗത്തിലായി എന്ന് ചരിത്രം കേട്ടിട്ടുണ്ട് നമ്മളെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുള്ളവനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും നമ്മെ ഓർത്തിട്ടുണ്ട്. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് സദാ അധ്വാനിച്ചത്. വഫാത്തിന്റെ സമയത്ത് പോലും എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശനം അറിഞ്ഞിട്ടല്ലാതെ അസ്രായിലെ അല്പം എന്റെ റൂഹിനെ പിടിക്കുന്നത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എപ്പോഴും അവർ നമുക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉമ്മമാരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ റബ്ബ് പടച്ചോനെന്ന് കേൾക്കുമ്പോ, അല്ലാ എന്ന് പറയുമ്പോ ഒരു വലിയ ശിക്ഷിക്കുന്നവനായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അല്ലാ നരകം പടച്ചിട്ടുണ്ട്, അല്ലാ നരകത്തിലേക്ക് നമ്മെ ഇടും. അതുപോലെ അത് നരകം വലിയ ഒരു ഇടങ്ങേറുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു വലിയ ശക്തിയായി ദേഷ്യം പിടിക്കുന്ന ആളാണ് മഹ്ശറയിൽ, നമുക്കറിയാമല്ലോ. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, ഇതുവരെ റബ്ബിനെ ഇത്രയും ദേശത്തോടുകൂടി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശഫാഅത്ത് പറയാൻ, ശിപാർശ പറയാൻ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിങ്ങോട്ടുള്ള പ്രവാചകന്മാര് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അള്ളാഹു വലിയ ഭീകരനാണ്, വലിയ അക്രമിയാണ്, അവൻ ആളുകളെല്ലാം നരകത്തിലേക്കിട്ട് ശിക്ഷിക്കുന്നവനാണ്. ഒരിക്കലും അങ്ങനെയല്ല. റബ്ബിന്റെ കാരുണ്യം, ഇത് കാരുണ്യത്തിന്റെ 10 അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നൽകണേ റബ്ബേ. ഇന്ന് ഞങ്ങളിൽ നീ 10 വിട പറയുമ്പോൾ നിന്റെ കാരുണ്യം തന്നിട്ടല്ലാതെ, ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ നീ ഞങ്ങളെ ഒഴിവാക്കല റബ്ബേ. അതിൽ നിന്ന് ഞങ്ങളെ നീ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. കാരുണ്യം നൽകണേ അല്ലാ, അതല്ലാതെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് അള്ളാഹു വലിയ കരുണയുള്ളവനാണ്, ഒരിക്കലും ഭീകരനല്ല, അവൻ ആക്രമിക്കുന്നവനല്ല, ശിക്ഷിക്കുന്നവനല്ല. നമുക്കറിയാം അള്ളാഹുവിന്റെ 99 പേര്,
അത് നിത്യമായി നമ്മൾ ചൊല്ലണം, പഠിക്കണം, മനപ്പാഠമാക്കണം. അത് മനപ്പാഠമാക്കിയാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ്. എങ്കിൽ ഒന്നാമതായി പറയുന്നത് റഹ്മാൻ, രണ്ടാമതായി പറയുന്നത് റഹീം. ഇങ്ങനെ തുടങ്ങി 99 നാമങ്ങളെ നാം ഒന്ന് പഠിക്കുമ്പോ എല്ലാ ഏകദേശ നാമങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ആനുകൂല്യവും അള്ളാഹുവിന്റെ നമ്മോടുള്ള സ്നേഹവും മാത്രമാണ് പറയുന്നത്. അള്ളാഹുവിന്റെ സ്നേഹം മാത്രമാണ് പറയുന്നത്. അള്ളാഹ് അത്രയും സ്നേഹമുള്ളവനാണ്. കാരുണ്യം നമുക്കറിയാമല്ലോ. ഉമ്മമാരുടെ കാരുണ്യമെന്ത് മക്കളോട്. ഉമ്മമാർക്ക് മക്കളോട് എന്തൊരു കാരുണ്യമാണ്. ഉമ്മാനത്ത് അങ്ങോട്ടെന്ത് ചെയ്താലും മക്കളോട് വെറുപ്പില്ല. അത്രയും കാരുണ്യമാണ് ഉമ്മമാർക്കുള്ളത്. അങ്ങനെ കാരുണ്യത്തിന്റെ ഒരുപാട് പ്രതീകങ്ങൾ ഇവിടെ ഉണ്ട്. എങ്കിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഉമ്മമാരെ ചേർത്ത് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ഉമ്മമാരുടെ കാരുണ്യം നമ്മൾ മൊത്തത്തിൽ കണക്ക് വെച്ചാലും റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഒരു ലവലേശം പോലും ആവൂല. അള്ളാഹു തന്നെ പറയുന്നു, എന്റെ കാരുണ്യം അതിനെ 100 ഞാൻ വെച്ചു, 100 ഓഹരി വെച്ച്. എന്നിട്ടോ അതിന്റെ ഒരു അംശം മാത്രമേ ഞാൻ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളൂ. ആ ഒരു അംശത്തിൽ നിന്നാണ് കഴിഞ്ഞുപോയ ഉമ്മമാർ, ഇപ്പോഴുള്ള ഉമ്മമാർ, ഇനി വരുന്ന ഉമ്മമാർ, കഴിഞ്ഞുപോയ മനുഷ്യർ, ഇപ്പോഴുള്ളവർ, ഇനി വരുന്നവർ, എല്ലാവർക്കും എത്ര കാരുണ്യമുണ്ടോ ആ ഒരു അംശത്തിൽ നിന്നുള്ളതാണ്. എങ്കിൽ ബാക്കി 99 എന്റെ അടിമകൾക്ക് വേണ്ടി, നാളത്തേക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു, ബാക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിനാണ് പടച്ചോനിക്ക് സ്റ്റോക്ക്? എന്തിനാ കാരുണ്യം? ഇത് കൊടുക്കാതെ പിശുക്കനായി വെച്ചതല്ല, കൊടുക്കാൻ മടിയായിട്ട് വെച്ചതല്ല. മറിച്ച് ഈ ഹതഭാഗ്യരായ അവന്റെ അടിമ ഒരുപാട് ദോഷങ്ങൾ ചെയ്തുകൊണ്ട്, തെറ്റുകൾ ചെയ്തുകൊണ്ട്, റബ്ബനെ മതിമറന്ന് ജീവിച്ചുകൊണ്ട് അവന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടി നൽകാനുള്ള കാരുണ്യമാണത്. ആ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത് നമ്മൾ. അവൻ നമ്മളെ വെറുതെ ഒന്നും പിടിച്ച് ശിക്ഷിക്കൂല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതെല്ലാം അവൻ ചെയ്തിട്ട് പോലും നമ്മൾ വളരെയധികം മോശക്കാരായി എങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ആ മഹ്ശറയിലോ അല്ലെങ്കിൽ ദുനിയാവിലോ, മഹ്ശറയിൽ എന്ന് പറയാം, നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരു ന്യായാധിപനായി നിൽക്കുന്നുവെങ്കിൽ, ന്യായാധിപനായി വിധി പറയാൻ നിൽക്കുന്നുവെങ്കിൽ, നമ്മളെപ്പോലെയുള്ള ഒരാളെ മഹ്ശറയിൽ കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയവനാണ്, എല്ലാം ലഭിച്ചവനാണ്. എന്നിട്ടോ അവൻ ഒരു നന്മയും ചെയ്യാതെ മുഴുത്തിന്മയിൽ ജീവിച്ച ഒരാളെ കുറിച്ച് ഏതൊരു ന്യായാധിപനും എന്താ തീരുമാനിക്കുക? ഏതൊരു ന്യായാധിപനും തീരുമാനിക്കും, അവൻ ആള് പോക്കാണ്, അവനിക്കൊരിക്കലും രക്ഷ കൊടുത്തുകൂടാ. കാരണം ഇത്രയും നൽകിയ റബ്ബിനെ ആ റബ്ബില്ല എന്ന് പറഞ്ഞു നടന്നു അവൻ. ആ റബ്ബിന് വേണ്ടി ഒരു സാഷ്ടാംഗം പോലും ചെയ്തില്ല അവൻ. സാഷ്ടാംഗം ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തിയവനാണവൻ. ഒരുപാട് പാവങ്ങളെ ആക്രമിച്ചവനാണവൻ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനിക്ക് അവിടെ ശിക്ഷ കൊടുത്താൽ ഒരിക്കലും റബ്ബിന്റെ നീതിക്കെതിരല്ല. എല്ലാവരും അത് നീതിയായിട്ട് പറയുന്നൊരു കാര്യമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നന്മ പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ ചിന്തിച്ച് ജീവിക്കുന്നയാൾക്ക് ഒരിക്കലും റബ്ബൊരു പ്രയാസവും ഉണ്ടാക്കൂല. അവൻ കാരുണ്യവാനാണ്. അതുകൊണ്ട് നമ്മൾ ഈ 10 ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം റബ്ബിന്റെ വലിയ വിശാലമായ കാരുണ്യം അവൻ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സുഖങ്ങളെല്ലാം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നാം പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. ഒന്നാമതായി ഞാനൊരു കാര്യം പറയാം. വിശ്വാസം, കൃത്യമായ വിശ്വാസമാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴി. കൃത്യമായ വിശ്വാസം വേണം. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, സത്യവിശ്വാസികൾ, അതുപോലെ സൽക്കർമ്മം ചെയ്തവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, കാലാകാലം സ്വർഗത്തിൽ തന്നെയാണവർ. നല്ല വിശ്വാസം വേണം, സൽക്കർമ്മം പ്രവർത്തിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞ വലിയൊരു കാര്യം. ഒന്നാമത് വിശ്വാസം തന്നെയാണ്.
വിശ്വാസമില്ലാതെ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. പരിശുദ്ധ ഇസ്ലാമിൽ നമുക്കറിയാലോ, ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം കാര്യങ്ങൾ 5. എന്നാൽ 6ഉം 5ഉം 6ൽ 6ഉം വിശ്വസിക്കേണ്ടത് തന്നെയാണ്. കർമ്മപരമായി നാം പ്രവർത്തിക്കേണ്ട ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി. ഷഹാദത്ത് കലിമയെ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നുള്ളൊരു പ്രവർത്തനം. എന്നാലും അത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിന് വലിയൊരു പ്രസക്തിയാണ്. വിശ്വാസമില്ലാതെ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ കൃത്യമായ രൂഢമൂലമാകണം. അവിടെ തെറ്റിപ്പോകരുത്. നമുക്കറിയാം, ഒരുപാട് പുതിയ പുതിയ ആശയക്കാർ വരുന്നുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ആക്ഷേപിക്കുന്നു. അവരോട് എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ട് ആക്ഷേപിക്കുകയല്ല. ഒരാൾ മുജാഹിദായി പോയി, ജമാഅത്തായി, തബ്ലീഗായി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കാരണം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നല്ലേ അതിന്റെ അർത്ഥം. ആ വിദേഹത്തിന്റെ പ്രസ്ഥാനക്കാർ ഈ പറയപ്പെട്ട ഈമാൻ കാര്യങ്ങളിലെല്ലാം വ്യക്തമായി വെള്ളം ചേർത്തവരാണ്. അതിൽ കലർപ്പ് വരുത്തിയവരാണ്. അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി വിശ്വസിക്കുന്നു അവർ. മലക്കുകളെ കൊണ്ട് തെറ്റായി വിശ്വസിക്കുന്നു. അമ്പിയാ മുർസലുകളെ കൊണ്ട് തെറ്റായി വിശ്വസിക്കുന്നു. എല്ലാത്തിലും തെറ്റായി വിശ്വസിക്കുന്നത് കൊണ്ട് പക്ഷേ അവർ പറയുന്നു, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ ഖുർആനിന്റെ നടുക്കണ്ടമാണെന്ന് അവർ പറയും. ഒരുപാട് ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ സമൂഹത്തിലേക്ക് വരുന്നു. ഇത് കേൾക്കുമ്പോൾ അറിവില്ലാത്ത സാധുക്കളാകുന്ന നമ്മൾ ചിന്തിക്കുന്നു, ശരിയല്ലേ? അവർ പറയുന്നല്ലോ, ഖുർആനല്ലേ ഓതി പറയുന്നത്, ഹദീസ് ഉദ്ധരിക്കുന്നുവല്ലോ, തറാവീഹിന്റെ എണ്ണത്തെ കുറിച്ച് അവർ അങ്ങനെ പറയുന്നത് ശരിയല്ലേ? പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്നവർ ഹദീസ് ഉദ്ധരിച്ചല്ലേ പറയുന്നത്? ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും തെറ്റായ വിശ്വാസം അവർ പറയുമ്പോ വിവരമില്ലാത്ത നമ്മളതിൽ കുടുങ്ങിപ്പോകുന്നു. സൗദിയിൽ പോയ, ദുബായിൽ പോയ ചില ആളുകൾ അവിടെ പലതും കാണുമ്പോ ശരിക്കും പഠിക്കാതെ പോയിട്ടുണ്ട്. വിശ്വാസം ഉറക്കാതെ പോയ ആളുകൾ അത് കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു, അത് ശരിയാണല്ലോ, അത് മുസ്ലിം രാജ്യമല്ലേ, അവിടെ കാണുന്നത് സത്യമായിരിക്കൂലേ എന്നെല്ലാം വിശ്വസിച്ചു ചിന്തിച്ചുകൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ പാടില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് വിശദമായി പറയുന്നില്ല. അപ്പോ നമ്മുടെ കൂട്ടുകുടുംബത്തിൽ ആരെങ്കിലും വിശ്വാസ വ്യതിയാനം വന്ന, അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയ ആളുകളുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയോ, പറ്റൂല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുകയും നമ്മൾ സ്വന്തമെങ്കിലും അങ്ങോട്ട് ചിന്തിക്കാതിരിക്കുകയും ചെയ്യണം. കാരണം ആ വിശ്വാസമുണ്ടെങ്കിലേ സ്വർഗം കിട്ടൂ. ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞാൽ നന്നായി ഇബാദത്ത് ചെയ്യുന്നവരാണവർ. അവരുടെ തുണിയാണെങ്കിലോ വളരെ ഉയർത്തി ഉടുത്ത വേഷമാണ് അവർക്ക്, താടിയാണെങ്കിലോ നീട്ടി വളർത്തിയിട്ടുണ്ട്. കണ്ടാൽ വലിയ ഒരു ദീനിയാണ്, നല്ല പ്രവർത്തകനാണ്, നല്ല തഖ്വ കാണിക്കുന്നു. പക്ഷേ അവർക്ക് വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അവരെ നരകത്തിലേക്കാ വലിച്ചെറിയപ്പെടുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണം റബ്ബേ. നമ്മുടെ ഉറച്ച വിശ്വാസം, സുന്നത്ത് ജമാഅത്ത്, അത് കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് വഅമിലുസ് സാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ. സൂറത്തുൽ അസ്റിലൂടെ നമ്മൾ പാരായണം ചെയ്യുന്നവരല്ലേ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. മനുഷ്യരെല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്, നരകാവകാശികളായി പോയവരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസികളൊഴികെ. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തവരൊഴികെ. അപ്പൊ സൽക്കർമ്മവും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ, സ്വർഗാവകാശികളായി കാലാകാലം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ എപ്പോഴും ആ റബ്ബിനോടുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. നമ്മൾ അവനെ കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, നമ്മൾ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുന്നു. നമ്മോട് കണ്ടയാള് പറഞ്ഞു തന്നു,
ആ ഒരു കാണാത്ത റബ്ബിനെയാ നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാവരെയും അവൻ പടച്ചവനാണ്, എല്ലാവർക്കും എല്ലാം നൽകുന്നവനാണ്, പരമാധികാരം അവനിക്ക് മാത്രമാണ്. ആ ഒരു റബ്ബിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബിദ്അത്തുകാര് കൈയുള്ള റബ്ബിനെ വിശ്വസിക്കുന്നു, കാലുള്ള റബ്ബിനെ വിശ്വസിക്കുന്നു, ഇരിക്കാൻ കസേര വേണ്ടി വരുന്ന റബ്ബിനെയാ വിശ്വസിക്കുന്നത്. മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നു, അഫ്ളലുൽ ഈമാൻ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഈമാൻ ഏതാണെന്നറിയാമോ? അൻ തഅലമ അന്നല്ലാഹ മഅക്, നീ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ മഅക്, അല്ലാഹു നിന്റെ കൂടെയാണ്. ഹൈസുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും നിന്റെ കൂടെ റബ്ബുണ്ട്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. പലപ്പോഴും ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, വേണ്ടാത്തത് ചിന്തിക്കുന്നവരാണ്, വേണ്ടാത്തത് പറയുന്നവരാണ്. മൊബൈലിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചെയ്തു പോകുന്നവരാണ് എങ്കിൽ നമ്മുടെ വിശ്വാസം ഉറച്ചിട്ടില്ല. റബ്ബിനെ നമ്മൾ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ ധിക്കരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചു, നീ എവിടെയാണെങ്കിലും നിന്റെ കൂടെ റബ്ബുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അതാണ് ശരിക്കുമുള്ള ഒരു വിശ്വാസം. അഫ്ളലുൽ ഈമാൻ, ശ്രേഷ്ഠമായ വിശ്വാസം അതാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ആ ക്യാമറയിലൂടെ എപ്പോഴും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. ആ ഒരു ഉറച്ച ഈമാൻ. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടുന്നില്ല, ഹൃദയ സാന്നിധ്യം കിട്ടുന്നില്ല, നമ്മുടെ അമലുകൾക്കൊന്നും വേണ്ടത്ര നമുക്ക് ക്ലിയർ കിട്ടുന്നില്ല. ഇവിടെയെല്ലാം പരിഹാരം എന്താണ്? എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ഈ പണിയെടുക്കാൻ പറഞ്ഞ റബ്ബ്, ഇതിന്റെ മുതലാളി അല്ലെങ്കിൽ മേസ്തിരി നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പണി നമ്മൾ ക്ലിയറാക്കി എടുക്കുമല്ലോ എങ്കിൽ, ഞാൻ ഈ നിസ്കരിക്കുന്ന നിസ്കാരം എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ്. ആ റബ്ബ് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് സംശുദ്ധമാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമതായി പറഞ്ഞത് ഈമാനാണ്, സൽക്കർമ്മമാണ് എങ്കിൽ, രണ്ടാമതായി ഇബാദത്തുകളിൽ നമുക്ക് നല്ല താല്പര്യവും നിലപാടും വേണം. നാം ചെയ്യുന്ന ഇബാദത്തിൽ നമുക്ക് നല്ല താല്പര്യം വേണം, നല്ല ഉത്സാഹം വേണം. വേണ്ടിയിട്ട് ചെയ്യണോ നമ്മൾ പറയാറുണ്ടല്ലോ, വേണ്ടിയിട്ട് ചെയ്യാതെ എന്തെങ്കിലും ഒട്രാസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇബാദത്തിൽ താല്പര്യം, നിസ്കാരമാണെങ്കിലും നോൻപാണെങ്കിലും മറ്റുള്ള എല്ലാത്തിലും നമുക്ക് താല്പര്യം വേണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് താല്പര്യം ഏറ്റി തരണേ റഹ്മാനെ, നല്ല നിലപാട് തരണം റഹ്മാനെ. അപ്പൊ തോന്നിയ സമയത്ത് തോന്നും പോലെ പ്രവർത്തിക്കാനുള്ളതല്ല ഇബാദത്ത്. ഇന്ന് ചെയ്തു വളരെ ആവേശത്തോടുകൂടി നാളെ അതില്ല, അങ്ങനെ ആവരുത്. നിലപാടില്ലാത്തവരെ പോലെ ആകരുത്. നന്നായി നമ്മൾ ആത്മാർത്ഥമായും നല്ല താല്പര്യത്തോടു കൂടിയും ഒരു നിസ്കാരത്തിന്റെ ടൈം വരുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വീട്ടുജോലികളുണ്ട്, ഒരുപാട് അധ്വാനങ്ങളുണ്ട്, വീട്ടിൽ ഒരുപാട് പണികളുള്ള ഉമ്മമാരാണ്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയില്ല, വളരെ ശരിയാണ്. എന്നാലും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജോലികളെക്കാളെല്ലാം വലിയ ഉത്തരവാദിത്തപ്പെട്ട ജോലി എനിക്കെന്താണെന്നുള്ള ബോധം നമുക്ക് വേണം. ഒരു ളുഹറിന്റെ സമയമായാൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നമ്മൾ വളരെയധികം ജാഗരൂകരായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസറോടുകൂടെ നിസ്കരിക്കാമെന്നൊരു ചിന്ത വരുത്തരുത്. അങ്ങനെ ജീവിതത്തിൽ ശീലമാക്കിയവരുണ്ട് എങ്കിൽ നമ്മളൊന്ന് മാറ്റിയേ പറ്റൂ. കാരണം നമ്മൾ റബ്ബിന്റെ അടിമകളാണ്, അവന്റെ അടിയങ്ങളാണ്, അവന്റെ വിളിയാ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനിക്ക് ഉത്തരം നൽകിയിട്ട് മതി ബാക്കി പണി. കാരണം എന്തേ? നമുക്കറിയാൻ കഴിയില്ലല്ലോ, ഇതെന്റെ അവസാനത്തെ ഒരു സമയമായിരിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ റബ്ബിന്റെ ഒരു നിർബന്ധമായ വിളി വന്ന് അവിടെ പിന്നെയും നമ്മൾ പിന്തിച്ച് പോകുമ്പോ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ താല്പര്യം നമ്മൾ ഇബാദത്തിൽ കാണിക്കണം. അങ്ങനെ കാണിച്ചാലോ അള്ളാഹു നമ്മോട് തിരിച്ചും താല്പര്യം കാണിക്കും. എന്റെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഈ അടിമ വീട്ടിൽ ഇത്രയും ജോലി ഉണ്ടായിട്ട് പോലും, ഒരുപാട് കഷ്ടമുണ്ടായിട്ട് പോലും
ചെറിയ മക്കളെ പോറ്റുന്ന ഉമ്മയായിട്ട് പോലും അതാ എന്റെ വിളിക്കുത്തരം നൽകിയല്ലോ. എന്റെ റമദാൻ വരുമ്പോ, എന്റെ ഒരു മാസം വരുമ്പോ, നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞ മാസം വരുമ്പോ അവരതിനു വേണ്ടി വല്ലാതെ താല്പര്യത്തോടുകൂടി തയ്യാറായല്ലോ. ഒരു വാളിന്റെ സദസ്സ് വരുമ്പോ, ദിക്റിന്റെ മജ്ലിസ് വരുമ്പോ അവർക്കൊരുപാട് മുടക്കുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ, വളരെ ചൂടായ സമയത്ത് പോലും, ഈ കാലാവസ്ഥ പോലും വകവെക്കാതെ എന്റെ ഒരു മജ്ലിസിലേക്ക് അവർ പോയല്ലോ. ഇതെല്ലാം റബ്ബ് നമ്മെ തൃപ്തിപ്പെടാൻ കാരണമാകും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഒരു വിഭാഗം ആളുകൾ, ഇന്നല്ലദീന, ഒരു വിഭാഗം, ഖാലൂ, അവർ പറയുകയാണ്, റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എനിക്ക് ഏറ്റവും വലിയത് റബ്ബാണ്, എന്നെ നിയന്ത്രിക്കുന്നവൻ അവനാണ്, ആ റബ്ബ് എന്ന് പറഞ്ഞിട്ട് തുമ്മസ്തഖാമു, അവർ നന്നായി ഇസ്തിഖാമത്ത്, ചൊവ്വായി, സ്ഥിരമായി, അവർ നിരന്തരം ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം അത് ചെയ്തില്ല എന്നല്ല, അവർ നിരന്തരമായി ആ റബ്ബിന് വേണ്ടി ആരാധന അർപ്പിച്ചു, ആരാധിച്ചു, അതിൽ അവർ മുഴുകി, അവർ സ്ഥിരമായി. എന്നാലോ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ഇറങ്ങും. എന്നിട്ട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾക്കൊരു ദുഃഖവും വേണ്ട, വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, അല്ലതീ കുൻതും തൂഅദൂൻ, നിങ്ങളോട് നേരത്തെ തരാമെന്ന് ഏറ്റതാണിത്, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതാണ്, ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകൂല, ആ സ്വർഗമാണ് നിങ്ങൾക്കെന്ന് നൽകും മലക്കുകൾ വന്നുകൊണ്ട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ചെറിയൊരു വിഷയമല്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ മടിയന്മാരാകരുത്. മടി കാണിച്ചുകൊണ്ട് പിന്തിച്ച് നാം അങ്ങോട്ട് പോയാലോ നമുക്ക് ഈ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യത്തിൽ വളരെ താല്പര്യത്തിൽ തന്നെ, ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ ആരോ നിർബന്ധത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്റെ റബ്ബിന് വേണ്ടിയാ ചെയ്യുന്നത്, ആ റബ്ബ് എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെയും താല്പര്യത്തോടെയും നമ്മൾ ചെയ്യുന്ന അമലുകൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ചില വാഴതിലും ചില ക്ലാസ്സുകളിലും ഓൺലൈൻ പ്രസംഗങ്ങളിലും നമ്മൾ ചില ഇജാസിയത്ത് കേൾക്കും, അല്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞു തരുന്ന കുറെ എണ്ണം സ്വലാത്തുകള്, ദിക്റുകള്, അങ്ങനെ കോടിക്കണക്കിന് സ്വലാത്തും ഒരുപാട് ഖത്മുകളും നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായി പോയി. നമ്മളിങ്ങനെ ആവേശം കൊണ്ട് ഏൽക്കുകയാണ്. 100 ഖത്തം, 313 ഖത്തം, 1 കോടി സ്വലാത്ത്. നമ്മൾ പിന്നെ മടിയന്മാരായി കുറച്ച് ചെല്ലി പിന്നെ ചെല്ലാതിരുന്നാലോ ആ ചെല്ലിയതും വെറുതെയായി പോയി, നമുക്ക് ശിക്ഷ വരാൻ പോകുന്നു. ഏറ്റെടുക്കുമ്പോ ശ്രദ്ധിക്കണം, ചെയ്യാൻ കഴിയുന്നത് ഏറ്റെടുക്കുക. ആ ഏറ്റെടുത്തതിനെ കൃത്യമായി ചൊല്ലുക, ചെയ്യുക, അതാണ് ഇസ്തിഖാമത്ത്. ഇന്ന് ചെയ്തതിനെ നാളെയും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ഇസ്തിഖാമത്ത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായും നിത്യമായും കൊണ്ടു നടന്നാൽ ആ മരിക്കുന്ന സമയത്തും ആ സമയത്താണ് മലക്കുകൾ വന്നുകൊണ്ട് നമ്മെ സ്വീകരിക്കുന്ന വാചകം പറയുന്നു. വാചകം പറഞ്ഞുകൊണ്ട് നമ്മെ സ്വീകരിക്കുന്നു. അല്ലാ തഖാഫു, പേടിക്കേണ്ടതില്ല, ഓൾറെഡി നിങ്ങൾക്കെല്ലാം കറക്റ്റാണ്. വലാ തഹ്സനു, ഒരു വേജാറുമില്ല, നിങ്ങൾക്ക് എല്ലാം കറക്റ്റാണ്. വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ, ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ, അല്ലതീ കുൻതും തൂഅദൂൻ, ആ നിങ്ങൾക്ക് പറഞ്ഞ സ്വർഗ്ഗത്തിൽ കടക്കാം എന്ന് മലക്കുകൾ പറയും. ആ കൂട്ടത്തിലും അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ പറഞ്ഞതെല്ലാം അല്പം പണിയുള്ളതാണെങ്കിലും ഒരു പണിയല്ല, ഇതെടുത്തേ പറ്റൂ. ഈ പണി നല്ല വിശ്വാസം നമുക്ക് വേണ്ടേ?
അത് വലിയൊരു പണിയുള്ള കാര്യമല്ല, ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ വിശ്വാസം നിലനിർത്തി പോകണം. സൽക്കർമ്മം ഏതായാലും നമ്മൾ ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. അതുപോലെ ചെയ്യുന്ന ഇബാദത്തിൽ താല്പര്യം നിർബന്ധമായും നമുക്കുണ്ടാകണം, അത് സ്ഥിരമായി നമ്മൾ ചെയ്യണം. ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഒന്നും നഷ്ടപ്പെടുത്തരുത് എങ്കിൽ മൂന്നാമത്തൊരു കാര്യം, സ്വർഗത്തിൽ കടക്കാൻ എളുപ്പവഴി നമ്മൾ ജ്ഞാന സമ്പാദനം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും അറിവ് എത്ര നേടിയാലും തികയൂല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എല്ലാം കൊടുത്തു, എല്ലാം അറിയിച്ചു. എങ്കിലും ആ നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, വഖുർ റബ്ബി സിദ്നി ഇൽമാ, നിങ്ങൾ ദ്വാരന്നുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. സിദ്നി ഇൽമാ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണം റബ്ബേ. പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? പലപ്പോഴും നമ്മൾ കേരളക്കാരിങ്ങനെ ചിന്തിക്കും, കർണാടകക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള ആ സംസ്ഥാനക്കാർക്കും ഒരറിവുമില്ല, നമ്മൾ എല്ലാം അറിയുന്നവരാണ്. പക്ഷെ നമ്മുടെ അറിവിനെ ഒന്ന് തുലനം ചെയ്ത് ഒന്ന് വെച്ച് നോക്കിയാൽ, ഒന്ന് വരച്ചു നോക്കിയാൽ അതിന്റെ മാറ്റ് സീറോയാണ് എന്ന് നമുക്കറിയാൻ കഴിയും. അവരോട് നമുക്കൊന്ന് ചോദിച്ചാലോ, കൃത്യമായി പരിശുദ്ധ ഖുർആനിലെ ഒരു ഫാത്തിഹ ഓതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് സീറോയായിരിക്കാം. നിസ്കാരത്തിന്റെ ഫർളുകൾ, ഷർത്തുകൾ, വുളൂഇന്റെ കൃത്യമായ രൂപങ്ങൾ ഒന്നും നമുക്കറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ജീവനാണ്. വിജ്ഞാനമില്ലെങ്കിൽ ഇസ്ലാമിന് ജീവനില്ല, ജീവനറ്റ ഇസ്ലാമായി പോകും. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇസ്ലാമിന് ജീവനില്ലാതെ പോലെ ആർക്കും വേണ്ടാത്തൊരു പ്രസ്ഥാനമായി ഇസ്ലാം മാറിപ്പോകുന്നത് പോലെ തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? ഇസ്ലാം എപ്പോഴും ഉന്നതമാണ്, അത് ഏറ്റവും ഉന്നതമായ ഒരു മതമാണ്, പ്രത്യയ ശാസ്ത്രമാണ്. ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യപ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ വിരോധികൾ പോലും ഇസ്ലാമിന്റെ കൃത്യതയെക്കുറിച്ചും അതിന്റെ സ്വീകാര്യതയെക്കുറിച്ചും അതിന്റെ പ്രശസ്തിയെക്കുറിച്ചും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ ഇസ്ലാമിന് നേരെ വന്നുകൊണ്ടിരിക്കുമ്പോ നാം ചിന്തിക്കണം, നാം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നില്ല, ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആളുകളാകുന്ന നമ്മള് ഒരുപാട് തെറ്റിലേക്ക് നീങ്ങുമ്പോ നമ്മുടെ പ്രസ്ഥാനം തന്നെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം വിജ്ഞാനം പഠിക്കാൻ ഉപയോഗപ്പെടുത്താനുള്ള സദസ്സുകളുണ്ടോ, അതിനുള്ള വേദികളുണ്ടോ, അതിനുള്ള പുസ്തകങ്ങളുണ്ടോ, അതിനുള്ള വഴികളുണ്ടോ, അത് കരഗതമാക്കി കൊണ്ടിരുന്നാൽ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നah. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇൽമ പഠിക്കുന്ന വഴിയിൽ ആര് പ്രവേശിച്ചാൽ അവനിക്ക് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. വളരെ ഷോർട്ടായി, എളുപ്പമായി, പ്രയാസമില്ലാതെ, ആരോടും വഴി ചോദിക്കേണ്ടതില്ല, ഒരു പ്രയാസവും നേരിടേണ്ടതില്ല. എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി, പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അത് ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കലാണ്. ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, ഇൽമിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു സഹാബിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഓ സഹാബി, നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു, നിങ്ങൾ മരിക്കാൻ അടുത്തിരിക്കുന്നു, 1 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് മരിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ആ സഹാബി അവിടുന്ന് തിരിച്ചു ചോദിച്ചു, ബേജാറായില്ല. കാരണം ബേജാറായിട്ട് എന്താ കാര്യം? മരിക്കാനായ മരിക്കുക തന്നെയല്ലേ, അതല്ലേ വിശ്വാസം. നബി തങ്ങളോട് ചോദിച്ചു, എന്റെ സമയം നിർണായക ഘട്ടമാണിപ്പോ, 1 മണിക്കൂർ മാത്രമല്ലേ ഉള്ളത് എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞാൽ എനിക്ക് 100% വിശ്വാസമാണ്. അതാണ് വിശ്വാസം. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വരുമ്പോ, ഖുർആൻ ഓതി പറയുമ്പോഴും ഹദീസ് ഓതി പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ദൃഢത വരുന്നില്ല, വിശ്വാസം വരുന്നില്ല. അത് അങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോവുകയാണ്. പക്ഷെ ഈ സഹാബി ഒന്നും ചോദിച്ചില്ല, മറുത്തു പറഞ്ഞില്ല. ഞാൻ അങ്ങനെ മരിക്കൊന്നുമില്ല, എനിക്കിപ്പോ എന്താ രോഗമുണ്ടോ, എനിക്ക് വയറുവേദന പോലുമില്ല, തലവേദന പോലുമില്ല, ഒരു പ്രശ്നവുമില്ലല്ലോ, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നബി തങ്ങൾ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചില്ല. അവിടെ
അവിടുന്ന് ചോദിച്ചത്, ഹബീബ് തങ്ങളെ, ഈ 1 മണിക്കൂർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാളത്തെ ജീവിതമല്ലേ എനിക്ക് വരാൻ പോകുന്നത് 1 മണിക്കൂർ കഴിഞ്ഞാൽ. എന്നാൽ ഈ കിട്ടുന്ന 1 മണിക്കൂർ എന്റെ അവസാന മണിക്കൂറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, നീ ഇൽമു പഠിക്കൂ. ഇൽമു പഠിക്കാനാ പറഞ്ഞത്. ഒരുപാട് ചിന്തിക്കാനുണ്ട് നമുക്ക്, ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. ആ 1 മണിക്കൂർ അദ്ദേഹം ഇൽമു പഠിച്ച് ആർക്ക് ഉപകാരം കിട്ടാനാണ്? ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്? ഇല്ല എങ്കിലും ഇൽമിന്റെ മഹത്വം അതാണ്. എവിടെ കിട്ടുന്നുവോ, എവിടെ അവസരം വരുന്നുവോ ആ സമയത്ത് അറിവ് പഠിക്കാൻ നാം മുന്നോട്ട് വന്നാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമായി. പ്രിയമുള്ളവരെ, ഒരുപാട് നാം ഇവിടെ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സാഹചര്യം, നമുക്ക് ഇന്നത്തെ ഭൗതിക ലോകത്ത് നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നുണ്ടോ വേണ്ടതുപോലെ? സ്കൂളിന്റെ കാര്യത്തില് നാം നേരത്തെ ചിന്തിക്കും. കുട്ടിക്ക് 3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഏത് സ്കൂളാണ് നിലവാരമുള്ള സ്കൂള്, ഏത് സ്കൂളാണ് നല്ല കാണാൻ ഭംഗിയുള്ള സ്കൂള്, ഏത് സ്കൂളിന്റെ യൂണിഫോമാണ് ഏറ്റവും ഭംഗിയുള്ള യൂണിഫോം, എവിടെയാണ് പ്രശസ്തിയുള്ള സ്കൂള്, ഏത് വാഹനമാണ് സൗകര്യം, എവിടെയാണ് ഫീസ് കൂടുതൽ, അതും നോക്കുന്നുണ്ട്. ഫീസ് കൂടുതൽ കൊടുക്കേണ്ട സ്കൂളാണ് ഏറ്റവും വലിയ സ്കൂള്. കാരണം കുടുംബ സംഗമത്തിലും കുടുംബവേദികളിലും പറയുമ്പോ എന്റെ കുട്ടി പഠിക്കുന്നത് ഈ സ്കൂളിലാണ് എന്ന് പറഞ്ഞ് മേന്മ നടിക്കേണ്ടേ നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റികൾ നോക്കിക്കൊണ്ട് സ്കൂളിൽ ചേർക്കുകയാണ്. പക്ഷേ ചില ആൾക്കെങ്കിലും, അധികം ആളും അങ്ങനെയല്ല എങ്കിലും ചില രക്ഷിതാക്കൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസയിൽ ചേർക്കുന്ന വിഷയത്തിൽ ഒരു താല്പര്യവും ഇല്ല. പിന്നെ ആളുകൾ പറയുന്നത് പേടിച്ചുകൊണ്ട്, ഇതാ ഉസ്താദിനെ വിളിക്കുന്നു, ഉസ്താദേ ഇതാ എന്റെ കുട്ടിനെ ഞാൻ എന്റെ അയൽവാസിയുടെ ആ കുട്ടിയുടെ കൂടെ ഞാൻ പറഞ്ഞേക്കട്ടെ, നിങ്ങളൊന്ന് ചേർക്കണോ? അത്രയുള്ള താല്പര്യം. സ്വന്തം ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ പോകാൻ കഴിയില്ല. ഉപ്പയ്ക്കാണെങ്കിൽ വളരെ തിരക്കുള്ള ബിസിനസ്സാണ്, ഉമ്മാക്കാണെങ്കിൽ അന്ന് രാവിലെ അല്ലേ ഉമ്മമാർ ഉണരുന്നത് കുറെ വൈകിട്ടായിരിക്കാം. എന്നാൽ ഈ രാവിലെ 7 മണിക്ക് മദ്രസയുടെ സമയത്ത് ഉമ്മാക്ക് എണീക്കാൻ കഴിയൂല. അപ്പൊ മോനെ നേരെ ഏൽപ്പിക്കും, ഇതാ നാളെ ഇന്നോം പോകുമ്പോ നീ കൂടെ പോയാ മതി, ഉസ്താദ് ചേർക്കും. അവിടെ ഉണ്ടല്ലോ ഒരു പാവപ്പെട്ട ഉസ്താദ്. എന്തെങ്കിലും തിരിച്ച് രക്ഷിതാവിനോട് പറഞ്ഞാൽ, നിങ്ങളൊന്ന് വരണോന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അവർക്ക് ആ സമയത്ത് വരാൻ സമയമുണ്ടാകും. ഗുലുമാലാക്കാൻ, വീഡിയോ എടുക്കാൻ ആളുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു ചെറിയൊരു ശതമാനത്തിന്റെ അവസ്ഥയെങ്കിൽ നമ്മൾ ആരും അങ്ങനെയല്ല. ഈ ഇൽമിന്റെ വിഷയത്തിൽ, നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കുന്ന വിഷയത്തിൽ നാം വളരെ ശ്രദ്ധിച്ച് നീങ്ങിയില്ലെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ്. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഈ മക്കളെ കൊണ്ടിതാ നമുക്ക് വരാനിരിക്കുന്നത് വലിയ ആഫത്താണ്. അല്ലാഹുവേ, ഞങ്ങളെ സന്താനങ്ങളെ സാലിഹീങ്ങളാക്കി നീ തരണേ റഹ്മാനെ. കൺകുളിർമയാകുന്ന മക്കളാൽ നീ പെടുത്തണേ അല്ലാഹ്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്, വിശദമായി പറയേണ്ടതുണ്ട്, ചുരുക്കി പറയേണ്ടതുണ്ട്. ഏതായാലും അത് ഇങ്ങനെ പറഞ്ഞു തീർക്കാണ്. ഏതായാലും പറഞ്ഞ സമയം കഴിഞ്ഞു. ഇന്ന് വണ്ടിക്ക് സ്കൂളിൽ എന്തോ ആവശ്യം, കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യമുള്ളത് കൊണ്ട് 11:15 നിർത്തണമെന്നാ പറഞ്ഞത്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് സൽസ്വഭാവം എന്നൊരു നല്ലൊരു വിഷയം, സൽസ്വഭാവം കൊണ്ടേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ സ്വഭാവം പറഞ്ഞത് ഖുർആനാണ് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു മുത്തുനബി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. അപ്പൊ പറഞ്ഞത് ഖുർആനാണ് സ്വഭാവം. അപ്പൊ ആ ഖുർആനാകുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എല്ലാ നിലക്കും എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നല്ല സ്വഭാവം പകർത്തിക്കൊണ്ട് നാം രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. മനസ്സിലൊരു കറകളും വേണ്ടാത്ത ചിന്തകളൊന്നുമില്ലാതെ, അസൂയയില്ലാത്ത നല്ല ഒരു സ്വഭാവം അത് നമ്മെ രക്ഷപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അക്സറുമാ യദ്ഖുലുൻ നാസ് അൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്ന അധിക ആളുകളും
തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കലും ഹുസ്നുൽ ഖുലുഖും ആണ്, സൽ സ്വഭാവം കൊണ്ടുമാണ് സ്വർഗ്ഗത്തിൽ കടക്കുന്ന അധികം ആളുകളും. അപ്പോൾ സൽ സ്വഭാവമില്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, സംസ്കാരം എന്ന് പറയുന്ന ഒരു വിഷയം. സംസ്കാരം, ഒരു ഇസ്ലാമിന്റെ, ഒരു മുസ്ലിമിന്റെ സംസ്കാരം നമുക്ക് വേണം. ഉമ്മമാർക്ക് വേണം, പെങ്ങന്മാർക്ക് വേണം, യുവാക്കൾക്ക് വേണം, ഉസ്താദുമാർക്ക് വേണം, എല്ലാവർക്കും വേണം. നമ്മുടെ ഓരോ ചടങ്ങുകളിലും, ഓരോ വേദികളിലും, ഓരോ അവസ്ഥകളിലും നമ്മുടെ സംസ്കാരം നമ്മൾ മറന്നു കുളിക്കുകയാണ്. ഇനി പെരുന്നാളാ വരുന്നത്, പെരുന്നാളിന് നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ വസ്ത്രത്തിൽ സംസ്കാരമുണ്ട്, നമ്മുടെ വേഷവിധാനത്തിൽ തലമുടി വെട്ടുമ്പോൾ നമുക്ക് സംസ്കാരമുണ്ട്, പേരിടുമ്പോൾ സംസ്കാരമുണ്ട്. എല്ലാ വിഷയത്തിലും കൃത്യമായ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു മതം. ആ മതത്തിന്റെ ആളുകൾ അതിനെ ചീത്ത പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, കഴിയുന്നതും വുളൂ നമ്മൾ പതിവാക്കണം. എപ്പോഴും വുളൂ ഉള്ളവരായിരിക്കണം. സ്വർഗത്തിൽ മുത്തനബി തങ്ങൾ കണ്ടത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാ? വലിയ ആളായിട്ടാ കണ്ടത്, വലിയ സ്ഥാനത്താ കണ്ടത്. കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാൻ എപ്പോഴും വുളൂ എടുക്കും. ആ വുളൂ എടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ടോയ്ലറ്റ് പോകുന്നു, ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നവരാണ്, നല്ല കഴുകി ഉഷാറാക്കി മുഖം തേച്ച് മിനുക്കുന്നവരാണ്. വലിയ പണിയൊന്നുമില്ല വുളൂ എടുക്കാൻ. അപ്പോൾ ഒരു വുളൂ എടുത്ത് നമ്മൾ ശുദ്ധി വരുത്തിക്കൊണ്ടേയിരിക്കണം. കിടന്നുറങ്ങുമ്പോൾ വുളൂ ഉള്ളവരായിരിക്കണം. മുത്തനബി ഞങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ തവല്ലഅത് അൽ അബ്ദു, ഒരു അടിമ വുളൂ എടുക്കുമ്പോ തഹാത്തത് ദുനൂബുഹു, അവന്റെ ദോഷങ്ങളെല്ലാം ഇങ്ങനെ ഉതിർന്നുതിർന്നു വീഴും. കമാ തഹത്തു വറഖു ഹാദിഹി ശജറ, ഈ കാണുന്ന മരത്തിന്റെ ഇല ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് പോലെ, അതിൽ നിന്ന് താഴോട്ട് വീഴുന്നത് പോലെ ഒരു അടിമ വുളൂ ചെയ്യുമ്പോൾ അവന്റെ ദോഷങ്ങളെല്ലാം ഉതിർന്നുതിർന്നു വീഴും. നമ്മൾ പ്രത്യേകം താല്പര്യമുള്ളവരാകണം വുളൂവിന്റെ കാര്യത്തില്. പിന്നെ റവാത്തിബ് സുന്നത്ത്, ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള ആ റവാത്തിബ് നമ്മൾ നിത്യമാക്കണം. 22 റക്അത്ത് പറ്റുന്നവരെല്ലാം നിസ്കരിക്കുക, പറ്റാത്തവർ ഒരു 10 റക്അത്ത് മുവക്കദ്. ഹദീസിൽ കാണാം, മൻ സല്ല ഫിൽ യൗമി വൽ ലൈലത്തി 12 റക്അത്തൻ തതവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു ദിവസം 12 റക്അത്ത്. അപ്പോൾ 10 ആണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എങ്കിൽ ഹദീസിൽ 12 ഉണ്ട്. അത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ 12 ആക്കുക. ഏതെല്ലാമെന്ന് നിങ്ങൾക്കറിയാം, പറയാൻ ഇവിടെ സമയമില്ല. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും വിശദമായിട്ട് പറയാം. 12 റക്അത്തെങ്കിലും റവാത്തിബ് നിസ്കരിച്ചാൽ അവർക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വലിയൊരു കെട്ടിടം, മാളിക, ബിൽഡിംഗ് കിട്ടി. ഓക്കെ ആയി, ഓഫറാണ്. അതുകൊണ്ട് നമ്മൾ മറക്കരുത്. പിന്നെ നിസ്കാരത്തിന്റെ ശേഷം അടുത്തൊരു വിഷയം, ആയത്തുൽ കുർസി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ആയത്തുൽ കുർസി. മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ ലം യഹുൽ ബൈനഹു വ ബൈനൽ ജന്ന ഇല്ലൽ മൗത്ത്. ഒരാൾ നിസ്കാരത്തിന്റെ ശേഷം, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആയത്തുൽ കുർസി പതിവാക്കുകയാണ് എങ്കിൽ അവർക്കും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാത്ത ഇല്ല. മരിക്കൽ മാത്രമേ തടസ്സമുള്ളൂ. മരിച്ചാലോ ത്രൂ സ്വർഗത്തിലേക്കാണ്, വേഗത്തിൽ അങ്ങോട്ട് തന്നെ പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ മറ്റൊന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കുക. ഒരു 10 തവണയെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. നമുക്ക് എന്തേ കഴിയാത്തത്? ഒരു പ്രയാസം ഉണ്ടാവൂല, ശ്രമിക്കണം. നമുക്ക് ഭയങ്കര ബിസി ഉള്ളവരാണ്, അവിടെ ഒന്നും നമ്മൾ ബിസി കാണിക്കരുത്. 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ നമുക്ക് വലിയ സമയമൊന്നും വേണ്ട. അത് നമ്മൾ പതിവാക്കണം. ഹദ്ദാദ് റാത്തീബ് പതിവാക്കണം. എല്ലാവരും ചൊല്ലുന്നവരാണ്, പക്ഷെ ഇടയ്ക്കിടെ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഇസ്തിഖാമത്തും വേണം. ഹദ്ദാദിന്റെ ഒരുപാട് ദിക്റുകളും ആയത്തുകളും എല്ലാം നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ളതാണ്. അതുകൊണ്ട് അതും പതിവാക്കുക. പിന്നെ വുളൂ നമ്മൾ ചെയ്യുമ്പോ സുന്നത്തുകൾ ശ്രദ്ധിച്ച് നിർവഹിക്കണം. നല്ല സുന്നത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിച്ച് അവസാനം ഒരു ദുആയുണ്ട്. قال صلى الله عليه وسلم من تولى فاحسن الوضوء. നിങ്ങൾ വുളു എടുക്കുമ്പോൾ നല്ല രൂപത്തിൽ വുളു എടുക്കണം. ഒരു തരം ഒരു വുളു, കൈയും ഫുള്ള് കവൂല, കാലും ഫുള്ളാവൂല, മുഖവും കൃത്യമാവൂല. ഷർത്തും ഫർളും ഒന്നുമില്ലാത്ത വുളു അല്ല, കൃത്യമായി വുളു ചെയ്തിട്ട് ثم قال اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين
വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സാലിഹീൻ. ഈ ദുആ നിങ്ങൾ നിർവഹിക്കുകയാണ് എങ്കിൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന അസ്സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും തുറക്കും. 8ൽ 1 എന്നല്ല പറഞ്ഞത്, 8 വാതിലും തുറന്നിട്ട് അതിൽ യദ്ഖുലു മിൻ അയ്യുഹാ ഷാ, ഏതിലാണോ ഉദ്ദേശിക്കുന്നത്. എവിടെയും ക്യൂവില്ല. ഇയാൾക്ക് ഇങ്ങനെ ദുആ ചെയ്ത ആൾക്ക് പ്രവേശിക്കാൻ ഒരു തടസ്സവുമില്ല. ഏത് വഴിയിലൂടെയും സ്വർഗത്തിലേക്ക് കടക്കാം. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതും നമ്മൾ രാവിലെ 1 വൈകുന്നേരം 1 പതിവാക്കുമ്പോൾ സ്വർഗത്തിൽ കടക്കാമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം പകർത്തി നല്ല ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വന്തം ഭവനമായ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ടതില്ല. ഏത് CAA വന്നാലും NRC വന്നാലും ഏത് നിയമം വന്നാലും ആ സ്വർഗത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരുന്ന ഒരു ഭവനമല്ല അത്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്ന ഭവനമാണ്. അതിനുവേണ്ടി മഹാന്മാര് പണിയെടുത്തത്, അതിനുവേണ്ടിയാണ് ജീവൻ ത്യാഗം ചെയ്തത്, ബലിയർപ്പിച്ചത്, അവരുടെ സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ചത്. അതുപോലെ നമ്മളും കഴിയുന്ന പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് റബ്ബ് നൽകാമെന്ന് പറഞ്ഞ ആ സുഖലോക സ്വർഗം കരസ്ഥമാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞത് നീ ഖബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും ഞങ്ങൾക്ക് വലിയ ഒരു ഉപകാരപ്പെടുന്ന ഇഖ്ലാസുള്ള അമലായി നീ ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും സ്വർഗാവകാശികളിൽ പെടുത്തണം അല്ലാ. ഞങ്ങളാരെയും നരകത്തിലേക്ക് നീ കടത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, നിന്നെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും സ്വർഗം ചോദിക്കാൻ പോലും ഞങ്ങൾ അവകാശികളല്ല. എന്നാലും ഞങ്ങൾക്ക് സ്വർഗമല്ലാതെ രക്ഷയില്ല റബ്ബേ. ഞങ്ങൾക്കൊരിക്കലും നിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയില്ല റബ്ബേ. അതുകൊണ്ട് കാരുണ്യവാനായ റബ്ബിനോട് നിന്നോട് ചോദിക്കുന്നു, മനസ്സറിഞ്ഞുകൊണ്ട് നിന്നോട് ചോദിക്കുമ്പോ നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിനക്ക് ലജ്ജയാണ്, നിനക്ക് നാണമാണ് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് റബ്ബേ. നീ നാണിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എത്രയോ ആളുകൾക്ക് നീ പൊറുത്തു കൊടുത്തൊരു മാസമാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. പരിശുദ്ധ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആനിനെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവരെയും ഖബറുകളെ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗീയ ലോകത്ത് മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണം അല്ലാ. നിന്റെ ലിഖാ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.